ഇപ്രാവശ്യത്തെ ഫിഫ ബെസ്റ്റ് പ്ലെയർ നോമിനി ലിസ്റ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി ഇടം പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഭയങ്കര ചർച്ചകൾ നടക്കുന്നുണ്ട് മാധ്യമങ്ങളിലൊക്കെ. കാരണം യൂറോപ്പിൻ്റെ അകത്തു നിന്നുള്ള താരങ്ങളാണ് ബാക്കി 10 ആളും. അതിലുള്ള ബാക്കിയുള്ള ഒരാൾ ഒരു വ്യക്തി പുറത്തുള്ള ഒരു വ്യക്തി ലയണൽ മെസ്സിയാണ്. അത് മാത്രമല്ല, ഈ ഒരു ലിസ്റ്റിൽ വരാൻ ലയണൽ മെസ്സി എന്താണ് കാണിച്ചത്, അല്ലെങ്കിൽ എന്ത് യോഗ്യതയാണ് മെസ്സിക്കുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉയരുന്നത്. അല്ലെങ്കിൽ ഫിഫ ഇപ്പോഴും മെസ്സിയെ കൂടുതലായിട്ട് അല്ലെങ്കിൽ അർജൻറ്റീനയൊക്കെ കൂടുതലായിട്ട് താങ്ങുന്നത് നിർത്തിയിട്ടില്ല, ഫിഫ പ്ലെയറാണ് മെസ്സി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആളുകൾക്കിടയിൽ ആശങ്കകളും ചർച്ചകളൊക്കെ നടക്കുന്നത്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ ഈ ഒരു ചർച്ച സജീവമാണ്. ലയണൽ മെസ്സിയെ ഫിഫ താങ്ങിക്കൊണ്ട് നടക്കുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും ലയണൽ മെസ്സിക്കും അർജൻറ്റീനക്കും ഫിഫൻ്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഭയങ്കരമായ രീതിയിൽ അന്ന് മുതൽ ഖത്തർ വേൾഡ് കപ്പ് കഴിഞ്ഞ മുതൽ ചർച്ചകൾ നടക്കുന്നത്. ആ ഒരു വേൾഡ് കപ്പ് അർജൻറ്റീനക്ക് കിട്ടാൻ കാരണക്കാരൻ ഫിഫ പ്രസിഡൻ്റാണ് എന്നുള്ള ചർച്ചകളൊക്കെ. അതുപോലെ തന്നെ ബാലൻഡിയോറിൻ്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതും മൊത്തം ലയണൽ മെസ്സിയെ കേന്ദ്രീകരിച്ച് മാത്രം നടക്കുന്നൊരു ചടങ്ങാണ്. അങ്ങനെ ഉള്ളൊരു കാര്യം. അതുപോലെ കോപ്പ അമേരിക്ക വന്നാൽ അർജൻറ്റീനക്കൊരു കപ്പ് പദ്ധതി. അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും മെസ്സിനെയും അർജൻറ്റീനയൊക്കെ എല്ലാവരും അതിൻ്റെ അതായിട്ടുള്ള ഭാരവാഹികൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർക്ക് നേട്ടങ്ങളൊക്കെ കൊയ്യുന്നത്, അല്ലെങ്കിൽ മെസ്സി നേട്ടങ്ങളൊക്കെ കൊയ്യുന്നത് എന്നുള്ള ചർച്ചകൾ സജീവമായിട്ട് മുന്നേ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു നോമിനി ലിസ്റ്റിൽ മെസ്സിൻ്റെ പേര് വന്നതോടു കൂടി വീണ്ടും എല്ലാവരും അതിൻ്റെ പിന്നാലെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ താരത്തെ ഈ ഒരു നോമിനി ലിസ്റ്റിൽ ആഡാക്കിയത്, ആ താരം വരാനുള്ള കാരണങ്ങൾ എന്നൊക്കെ ഓരോ പേരിൻ്റെയും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർ മയാമിക്ക് വേണ്ടിയിട്ട് ഷീൽഡ് നേടിയതും, അതുപോലെ ഈ ഒരു ഏജിലും രാജ്യത്തിന് വേണ്ടിയിട്ടും ക്ലബിന് വേണ്ടിയിട്ടൊക്കെ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നത് ഒക്കെ കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ലിസ്റ്റിൽ നോമിനി ലിസ്റ്റിൽ ഇടം നേടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നുമല്ലാത്തൊരു ക്ലബിനെ, അല്ലെങ്കിൽ താഴെ ഉണ്ടായിരുന്ന ഒരു ക്ലബിനെ മുൻനിരയിലെത്തിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അതുപോലെ തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിക്കൊടുത്ത് അങ്ങനെ ഒരു മികച്ച സ്ഥിരതയാർന്ന പ്രകടനം അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ടും ഇൻ്റർ മയാമിക്കൊക്കെ വേണ്ടിയിട്ട് നിലനിർത്തിയത് കൊണ്ടാണ് ഈ ഒരു ലിസ്റ്റിൽ അദ്ദേഹം വന്നത് എന്നുള്ളതാണ്. ഏതായാലും ചർച്ചകൾ സജീവമാണ്. ലയണൽ മെസ്സിക്കെതിരെ ഫിഫ പ്രസിഡൻറ്റിനെയും വെച്ചിട്ട് കൂട്ടിക്കലർത്തിയിട്ടാണ് ഒരുപാട് ആളുകളുടെയൊക്കെ അഭിപ്രായം പറച്ചിൽ, ലയണൽ മെസ്സിയെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഫിഫ അല്ലെങ്കിൽ ഫിഫ പ്രസിഡൻറ്റ് എന്നൊക്കെ.